ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഇത് ഗോവയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഇതൊരു മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ രാത്രിയായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. ഒരു 8:45-9 മണിയോട് കൂടിയിട്ട് നൈറ്റ് ട്രെയിൻ കയറി. ട്രെയിനിലെ കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഇനി തൃശ്ശൂരിൽ നിന്ന് കയറിയിട്ട് നമുക്ക് തിവ്യം എന്ന് പറയുന്ന സ്റ്റേഷനിലാണ്, ഗോവയിൽ തിവ്യത്തിലാണ് നമുക്ക് ഇറങ്ങാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പോണ സമയത്ത് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു നൈറ്റ് കയറി ഒരു ഉച്ചയോട് കൂടിയിട്ടൊക്കെയാണ് നമ്മളവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള കൊച്ചു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ മോർണിംഗ് ഒക്കെ ആയപ്പോൾ എണീറ്റ് ബ്രഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നൈറ്റ് ഇന്നലെ കയറിയപ്പോൾ തന്നെ കെടുക്കാനുണ്ടായത്. പിന്നെ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, എല്ലാവരും ഉറങ്ങുന്നൊരു സമയമായിരുന്നു. മോർണിംഗത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അങ്ങനെ ബ്രഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ട്രെയിനിൽ നിന്ന് തന്നെ ഒരു ചെറിയ രീതിയിൽ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് നമ്മൾ സെറ്റായിട്ടിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഗോവയ്ക്ക് പോകണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോഴാണ് നടന്നത്. അപ്പോൾ അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ എത്താറായിട്ടുണ്ട് ഈ സമയത്തോട് കൂടിയിട്ട്. ഞങ്ങളപ്പോൾ ഉച്ചയോടുകൂടി തന്നെ അവിടെ എത്തിയിരുന്നു. തിവ്യം സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇതാണ് തിവ്യം സ്റ്റേഷൻ വരുന്നത്. തിവ്യം എന്ന് പറയുന്നത് ഒരു വടക്കൻ ഗോവ, നോർത്ത് ഗോവയിൽ ബർദേസി എന്ന് പറഞ്ഞ ജില്ല, അവിടുത്തെ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു ഗ്രാമമാണ് ഇത് തിവ്യം എന്ന് പറയുന്നത്. അവിടെ പ്രധാന കവാടം കൂടിയാണ്. നോർത്ത് ഗോവയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷൻ്റെ ആസ്ഥാനം എന്ന നിലയിൽ നോർത്ത് ഗോവയിലേക്കുള്ളൊരു പ്രധാന കവാടം കൂടിയാണ് തിവ്യം എന്ന് പറയണത്. ഞങ്ങളിതൊരു പാക്കേജായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ടിക്യുവർ ടൂർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൻ്റെ അവരുടെ പാക്കേജായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ അവരെ കാറ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറ് വന്നിട്ടുണ്ടായിരുന്നു. അതിലെ ഡ്രൈവറും ഈ നാട്ടുകാരൻ തന്നെയായിരുന്നു. അപ്പോൾ അവർ നമ്മൾ പിക്ക് ചെയ്തു. നമ്മളിനി ഹോട്ടലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇങ്ങനൊരു പാക്കേജ് എടുത്ത് പോകുമ്പോൾ നമുക്ക് വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഈ ഡ്രൈവറാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷായിരുന്നു. ആളുടെ നേറ്റീവ് പ്ലേസ് ഗോവയാണെങ്കിലും ആൾക്ക് കേരളമായിട്ട് ഭയങ്കര ബന്ധമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ അമ്മ വീട്, കസിൻസ്, അങ്ങനെ കുറച്ച് പേര് കേരളത്തിലുണ്ട്. അടിപൊളി സ്ഥലമാണ്, അങ്ങനെയൊക്കെ ഒരുപാട് കേരളത്തെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വർണ്ണിക്കുകയുണ്ടായി. അപ്പോൾ നമ്മളിങ്ങനെ ഹോട്ടലിലെത്തി. മാഗ്നം റിസോർട്ടിലാണ് നമുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് റൂം. അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ ഒരു വ്യൂ ഫ്രണ്ടേജ് നമുക്ക് വരുന്നത് അവരുടെ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മുകളിൽ അപ്സ്റ്റെയറാണ് നമ്മുടെ റൂം വരുന്നത്. ഇപ്പുറത്തെ സൈഡിൽ അതുപോലെ ഫുഡും കാര്യങ്ങളും പിന്നെ പൂളും സ്വിമ്മിംഗ് പൂളും എല്ലാതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് റൂം വരുന്നത്. റൂം അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഒരു റൂം തന്നെയായിരുന്നു. 2 സൈഡ് ബാൽക്കണിയും പിന്നെ വാഷ്റൂം അങ്ങനെയായിട്ട് എല്ലാം നല്ല ഓക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വന്നതിൻ്റെ അന്ന് ഒരു എങ്ങനെ പോലെ ഒരു 3 മണി 4 മണി ആ ഒരു സമയം ആയിട്ടുണ്ടായിരുന്നു എത്തി ചെക്കിംഗ് ഒക്കെ ചെയ്ത് വന്നപ്പോൾ. അങ്ങനെ നമുക്ക് അവിടെ തന്നെ ആ പാക്കേജിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് സ്കൂട്ടി അവർ പ്രൊവൈഡ് ചെയ്യും. ഫസീനോ ആണ് സ്കൂട്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഫസീനോ ഒട്ടുമിക്ക ടൂറിസ്റ്റ് ഇങ്ങനെ പോകുന്ന 2 വീലറിൽ പോകുന്ന എല്ലാവരുടെയും കയ്യിലും ഫസീനോ ആണുള്ളത്. അങ്ങനെ ഫസീനോയിലാണ് ഫുൾ യാത്ര അവിടെ 3 ദിവസം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് നമുക്ക് എല്ലാം ലിങ്കും കാര്യങ്ങളൊക്കെ ഈ ടൂറിൻ്റെ പാക്കേജ് എടുത്തിട്ടുള്ള ആൾ തന്നെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീച്ചാണ് ലക്ഷ്യം വെച്ച് പോകുന്നത്. അപ്പോൾ നമുക്ക് എവിടേക്കൊക്കെ പോകണം എന്നുള്ളതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഡെസ്റ്റിനേഷൻസ് നോർത്ത് ഗോവ, സൗത്ത് ഗോവ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ലിങ്ക്സും കാര്യങ്ങളൊക്കെ അവിടുത്തെ മസ്റ്റ് വാച്ചബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ആദ്യം പോയത് കണ്ടോളിം ബീച്ചിലേക്കാണ്. അവിടെ അടിപൊളിയായിരുന്നു. ഫ്രണ്ട് വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോഴാണ് നമ്മൾ കണ്ടത് ഫസീനോയുടെ ഒരു കമ്പനിയാണോ എന്ന് തോന്നിപ്പോവും. അതുപോലെയാണ് മൊത്തം ഫസീനോകളാണ്. നമ്മളിതേപോലെ പാക്കേജും ബാക്കി കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുള്ള ടൂറിനൊക്കെ ട്രിപ്പിനൊക്കെ വന്നിട്ടുള്ള ആൾക്കാരുടെ വണ്ടികളാണ് കാണുന്നത്. ഫുൾ ഫസീനോയുടെ എല്ലാവരും. അതുപോലെ 4 വീലറും അവൈലബിൾ ആണ്. നമ്മളിവിടെ 2 വീലറാണ് ഈ പാക്കേജിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ഒക്കെ വന്നത് കണ്ടോളിം ബീച്ചിൻ്റെ. അപ്പോൾ നമുക്ക് ആ ബീച്ചിലേക്ക് നടക്കുമ്പോൾ തന്നെ
ഒരുപാട് വഴിയോര കച്ചവടക്കാരും അങ്ങനെയുള്ള ഷോപ്പിംഗ് ചെയ്യാനൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ മറ്റ് ബോട്ട് യാത്രകൾ അങ്ങനെ ഒരുപാട് എക്സ്ട്രാ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് എന്താ പറയുക, നമുക്ക് പല രീതിയിലുള്ള കൾച്ചറും കാര്യങ്ങളും എല്ലാം ഇവിടെ ആസ്വദിക്കാൻ പറ്റും. എനിക്ക് കൂടുതലും പേഴ്സണലായിട്ട് തോന്നിയത് ഒരു കപ്പിൾ ആയിട്ട് വരുന്നതിനെക്കാട്ടുപരി ഫ്രണ്ട്സ്, ഫാമിലി അങ്ങനെയൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാനാവും ഇത്തിരി കൂടിയും ഗോവ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മളിങ്ങനെ വന്നതിൻ്റെ ഒരു ഇതിൽ യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ അന്ന് തന്നെയാണ് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് സൺസെറ്റ് വരെ ഒന്ന് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ എല്ലായിടത്തൊക്കെ ഒന്ന് നടന്ന് ചുറ്റിക്കണ്ട് അങ്ങനെ കണ്ടു. ഗോവയിൽ ഏറ്റവും കൂടുതൽ വില കുറവ് എന്ന് പറയാനുള്ളത് മദ്യത്തിനും അതുപോലെ പെട്രോള്, കാഷ്നട്ട്, ഇത് മൂന്നിനുമാണ് ഇത്തിരി കണ്ടിട്ടുള്ളത്. ബാക്കി എല്ലാ കാര്യത്തിനും നല്ല റേറ്റാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എല്ലായിടത്തും പബ്ബുകൾ പോലെയുള്ള ബീച്ച് സൈഡിൽ തന്നെ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ രാത്രിയാകുമ്പോൾ ബീച്ച് സൈഡിലൊക്കെ നല്ല മ്യൂസിക് സിസ്റ്റംസും അങ്ങനെയുള്ള അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ എടുത്ത് പറയാവുന്നതാണ്. അത്രയും അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ അന്നത്തെ ദിവസം അവിടേക്ക് ഒന്ന് നടന്ന് അങ്ങനെ നമുക്ക് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഹോട്ടലിൽ നിന്ന് തന്നെ അലൗഡാണ്. ലഞ്ച് മാത്രമാണ് പുറത്തുനിന്നുള്ളത്. അങ്ങനെ തിരിച്ചു വന്നപ്പോഴേക്കും അവർ റൂം ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു ഹണിമൂൺ പാക്കേജ് ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരു ഡെക്കറേഷൻസ് അവർ ചെയ്തു വെച്ചു നമ്മൾ തിരിച്ച് റൂമിലേക്കൊക്കെ വന്നപ്പോഴേക്കും. അപ്പോൾ അടിപൊളിയായിട്ട് 4 അരയന്നങ്ങളും ഒക്കെ ആയിട്ട് അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കൂടെ നമുക്കൊരു കട്ട് ചെയ്യാനൊരു കേക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡെക്കറേഷൻസൊക്കെ കണ്ടു, ആസ്വദിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് ഫാമിലീനെയൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്തു. സൂപ്പറായിരുന്നു. നല്ല അടിപൊളി യമ്മി കേക്കൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു അന്നത്തെ ഒരു ദിവസം. അങ്ങനെ പോയി. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയി. ഡിന്നർ നമുക്ക് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ടച്ച് ചെയ്ത് മോശമില്ലാത്ത ടൈപ്പ് ഡിന്നറായിരുന്നു. സത്യത്തിൽ ഞാൻ കേരളം വിട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ ഭക്ഷണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇവിടെ ഓക്കെ ആയിരുന്നു. കേക്കും എടുത്തു പറയാവുന്നതാണ്. നല്ല യമ്മി കേക്കൊക്കെ ആയിരുന്നു. നമ്മളങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് വീണ്ടും ഒന്ന് പുറത്തേക്കൊക്കെ കറങ്ങാൻ പോയി. ജസ്റ്റ് നമ്മളിങ്ങനെ അവിടുത്തെ സ്ട്രീറ്റൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി. എല്ലായിടത്തും നല്ല അടിച്ചുപൊളി ആഘോഷം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് മാത്രമാണ്. ബാക്കി അങ്ങനൊരു ഈ സ്ട്രീറ്റിലുള്ള സാധനങ്ങൾ, ഡ്രസ്സ്, ആക്സസറീസ് എന്തിനുമാണെങ്കിലും ഭയങ്കര വിലയാണ്. നമ്മൾ ഇവരെന്താ ഈ പറയണേന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രയും നമ്മുടെ കേരളത്തിലുള്ളതിനെക്കാട്ടും ഡബിൾ ഇരട്ടി റേറ്റൊക്കെയാണ് ഇവരിവിടെ പറയണത്. ചപ്പൽസിനാണെങ്കിലും ഭയങ്കര റേറ്റ് കൂടുതലാണ് എല്ലാത്തിനും. മേ ബി എനിക്ക് തോന്നുന്നു വിദേശീയർ വരുന്നതുകൊണ്ട് തന്നെ അവർ കണ്ണടച്ച എല്ലാ സാധനങ്ങളും വാങ്ങിക്കണോണ്ടാവാം മേ ബി ഇത്രയും വിലയൊക്കെ സാധനങ്ങൾക്ക് വരുന്നത്. നമ്മളത് ബാർഗെയിൻ ചെയ്യാൻ പോയിട്ടും കാര്യമില്ല. അവരൊരു ഫിക്സഡ് പ്രൈസ് ഇട്ട പോലെയാണ് എല്ലാ മിക്ക കാര്യത്തിനും. പക്ഷേ ചില സ്ഥലത്ത് നമുക്ക് ബീച്ച് സൈഡിലൊക്കെ ആണെങ്കിൽ പിന്നെയും കുറച്ച് റേറ്റ് കുറവിലൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഡേ 2 നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോകാൻ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ മാക്സിമം ആ ലിങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത പ്ലേസുകളെല്ലാം ഒട്ടുമിക്കതും കവർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയിട്ടുള്ളായിരുന്നു. അസാധ്യ വെയിലായിരുന്നു. എല്ലാവരും തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾ മാത്രം ഒന്ന് മാറ്റി ചിന്തിച്ച് ഗോവ വരെ ഒന്ന് വെയിൽ കൊള്ളാൻ പോയി. അപ്പോൾ അസാധ്യ വെയിലായിരുന്നു. എന്നാലും സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഇറങ്ങി. ട്രാഫിക്കായിരുന്നു. അങ്ങനെയൊക്കെ ചെറിയ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയണത് അഗോഡ ഫോർട്ട്, അതുപോലെ തന്നെ ബാഗ ബീച്ച്, അങ്ങനെ കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോകണം. ഉച്ചയ്ക്ക് പിന്നെ എവിടെയെങ്കിലും ലഞ്ച് കഴിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ അവിടെ നിന്നൊരു അഗോഡ ഫോർട്ടിലേക്കൊക്കെ ഒരു 20 മിനിറ്റ് അത്രയും ദൂരമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കാനും ഒക്കെ നല്ല വരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അഗോഡ ഫോർട്ട് എന്ന് പറയുന്നത് 17-ാം നൂറ്റാണ്ടിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പോർച്ചുഗീസ് കോട്ടയാണ് ഈ അഗോഡ ഫോർട്ട്. അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഇട്ടുണ്ട്. അറബിക്കടലിന് അഭിമുഖമായിട്ടാണ് ഈ ഫോർട്ട് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ 1612 ഡച്ചുകാരെ പ്രതിരോധിക്കാൻ നിർമ്മിച്ചതാണ് ഈ കോട്ട.
അക്കാലത്ത് യൂറോപ്പിൽ നിന്ന് വരുന്ന കപ്പലുകൾക്ക് ഇതൊരു റഫറൻസ് പോയിന്റും കൂടിയായിരുന്നു. കോട്ടയ്ക്കകത്തുള്ള ഒരു ശുദ്ധജല നീരുറവ മുമ്പ് നിർത്തുന്ന കപ്പലുകൾക്ക് ജലവിതരണം നൽകി പോന്നിരുന്നു. അങ്ങനെയാണ് ഈ കോട്ടയ്ക്ക് പോർച്ചുഗീസ് ഭാഷയിൽ വെള്ളമുള്ളത് എന്നർത്ഥം വരുന്നതുകൊണ്ടാണ് അഗോഡ എന്ന പേര് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ ഏറ്റവും വിലപ്പെട്ടതും നിർണായകവുമായിട്ടുള്ളൊരു കോട്ടയും കൂടെയാണ് ഈ അഗോഡ ഫോർട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നല്ലൊരു വ്യൂ പോയിൻറ്റും കൂടിയാണ്. അറബിക്കടലിനോട് അഭിമുഖീകരിച്ച് ഒരു അത്യാവശ്യം നല്ല തിക്കും തിരക്കും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ആ കോട്ട കണ്ടത്. നല്ല വെയിലും കൂടിയാണ്, എടുത്തു പറയാവുന്ന ഒന്നാണ്. നല്ല വെയിലും അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് കയറാൻ ഉള്ളിൽ കൂടെ തന്നെ കോണിപ്പടികളുണ്ട്. അങ്ങനെ മുകളിലെ കാഴ്ചയാണിത്. ആ കാണുന്നത് അറബിക്കടലാണ്. അതുപോലെ തന്നെ അവിടെ കുറേ വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. ആ ഒരു കോർണർ പോയിൻ്റ്, അങ്ങനെ കുറച്ച് പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വെയിലുള്ള സമയത്താണ് അവിടേക്ക് എത്തിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ജലസംഭരണിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ആ ഒരു റെഡിഷ് കളറിൽ കാണുന്നത്. അപ്പോൾ കണ്ട അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ലൈറ്റ് ഹൗസ് അതിൻ്റെ മുകളിൽ കാണുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് കുറേ ദൂരമൊക്കെ പോയി അങ്ങനെ അവിടെ ഇരുന്ന് തണലൊക്കെ നോക്കി ഇരുന്നു. അങ്ങനെ അഗോഡ ഫോർട്ടൊക്കെ കണ്ടു. അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നല്ല അത്യാവശ്യം നല്ല വ്യൂവിൽ നമുക്കിങ്ങനെ വീഡിയോസൊക്കെ എടുത്തു ഞങ്ങൾ. അങ്ങനെ ഒരു ഈവനിങ് ടൈമൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു നല്ല സ്പോട്ട് തന്നെയാണ്. ഇനി കാണുന്നത് നമ്മൾ കുറേ ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പോയിൻ്റാണ്. നമ്മൾ അവിടെ ഭയങ്കര തിരക്കാണ്. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നിൽക്കാൻ നല്ല ഫോട്ടോ വ്യൂ ഒക്കെ ഉള്ള ഇങ്ങനത്തെ പ്ലേസിലൊക്കെ നല്ല തിരക്കാണ്. അത്യാവശ്യം ആൾക്കാർ വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു പോയിൻ്റൊക്കെ കണ്ടു. ഞങ്ങളങ്ങനെ മെല്ലെ ഇറങ്ങി അവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കാം എന്നുള്ള രീതിയിൽ ഇറങ്ങുകയാണ്. അവിടെ ഇങ്ങനെ നമ്മുടെ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ അവിടെ ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട്. അങ്ങനെ ഞങ്ങളതൊക്കെ നോക്കി. വെയിൽ കൊണ്ട് വന്നുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം പിന്നെ വേറൊന്നും കാണാനുള്ളൊരു മൂഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ച് റൂമിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നല്ല മഴ. അപ്പോൾ എന്തോ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അപ്പോഴേക്കൊക്കെ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും നൈറ്റ് ഇറങ്ങാമെന്ന് വിചാരിച്ച് മഴയൊക്കെ ആസ്വദിച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പൂളിലേക്കൊക്കെ പോയി. മഴ കുറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ പൂളിലൊക്കെ പോയി അവിടെ കുറച്ച് നേരം ഇരുന്നു. അതൊക്കെ കഴിഞ്ഞ് എന്തായാലും ഇപ്പോൾ ഡിന്നർ കഴിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ പൂളിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ് ഒരു വ്യൂ. അവിടെ ഉള്ളിലൊരു നല്ല കിണറൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഡിന്നറിന് ബൊഫേ സിസ്റ്റമാണുള്ളത്. അപ്പോൾ നമുക്ക് റൈസും ദാള്, ചിക്കൻ കറി, അങ്ങനെ പപ്പടം, അങ്ങനെ ഒട്ടനവധി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഹെവി ഡിന്നറൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ആസ്വദിച്ച് കഴിച്ച് ഞങ്ങൾ അപ്പോൾ നൈറ്റ് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോഴേക്കും മഴയൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഴയൊക്കെ കുറഞ്ഞു. അപ്പോൾ ഞങ്ങളത് വീണ്ടും ഇറങ്ങി. അപ്പോൾ നാട്ടിലൊക്കെ ആ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങളവിടുന്ന് പോകുന്നേ പിന്നെ അങ്ങനെ വീണ്ടും ഇറങ്ങി. അപ്പോൾ ബാഗ ബീച്ചാണ് ഇനി അടുത്ത ലക്ഷ്യം. അപ്പോൾ വന്നപ്പോൾ തൊട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ബാഗ ബീച്ചിലേക്ക് പോകാനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തിരി ലേറ്റായി. അപ്പോൾ ആകെ നിരാശ ഉണ്ടായിരുന്നു ബാഗ ബീച്ച് പോകുമ്പോൾ. പക്ഷേ നമ്മൾ ചൂസ് ചെയ്ത ടൈം എന്തായാലും മോശമായി പോയില്ല. അവിടെ എത്തിയപ്പോഴാണ് ബാഗ ബീച്ചിലേക്ക് എൻ്റർ ആയപ്പോൾ അന്ന് പോരാത്തതിന് സൺഡേയും കൂടെ ആയിരുന്നു. ഭയങ്കര ആഘോഷമായിരുന്നു അവിടെ. ഫുൾ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. സൺഡേയും കൂടെ ആയപ്പോഴാണ് അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് സൺഡേ ഓൾറെഡി തിരക്ക് കൂടുതലാണ്. അപ്പോൾ അവർ നമ്മുടെ നിന്ന് പാർക്കിംഗ് ഫീസും അധികമായിട്ട് വാങ്ങിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു അനധികൃതമായിട്ട് വാങ്ങിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു. നമ്മൾ ഇപ്പോൾ വേറെ നാട്ടിൽ നിന്ന് വരികയാണ്, നമ്മളെ പറ്റിക്കാനൊക്കെ എളുപ്പമാണല്ലോ ആ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. കാരണം നോർമൽ ഡേയ്സിലിപ്പോൾ ഒരു 50 രൂപയാണ് വാങ്ങിക്കുന്നതെങ്കിൽ സൺഡേ അവരിപ്പോൾ ബാഗ ബീച്ചിലെ കാര്യമാണ്, സൺഡേ അവർ 100 രൂപയായിട്ടാണ് വാങ്ങിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും നമ്മളിപ്പോൾ കാണാൻ പോയിട്ടുള്ള എല്ലാ സ്ഥലത്തും പാർക്കിംഗ് ഫീ കൊടുക്കേണ്ടതായിട്ടുണ്ട്. 4 വീലറൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ കൂടും. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ ബീച്ചിലേക്ക് എൻട്രി ആവണതിൻ്റെ അവിടെ കുറേ ഷോപ്പിങ്ങിനൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ബാഗ ബീച്ചിൻ്റെ അവിടേക്ക് ഇങ്ങനെ കടന്നപ്പോൾ തന്നെ
എല്ലായിടത്തും പബ്ബും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ആഘോഷരാവാണ്. സത്യത്തിൽ ചിലപ്പോൾ ഇത് ഒരു ന്യൂ ഇയർ ഈവും കൂടെ ആണെങ്കിൽ അപ്പോൾ എന്താ ഇവിടുത്തെ കാര്യം എന്ന് ചിന്തിക്കാൻ വയ്യ. കാരണം ഇപ്പം തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ ഒരു ന്യൂ ഇയറൊക്കെ ആകുമ്പോൾ ഈ കടലിൽ മണൽത്തരിക്ക് നിലത്തിട്ടാൽ പോലും അത് പക്ഷേ തലയിലെ വീഴുള്ളൂ എന്ന് പറയണ പോലെയാവും. അത്രയും തിരക്കാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലായിടത്തും നല്ല പാട്ടും എല്ലാവരും ഡാൻസും ഒക്കെ ആയിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അടിച്ച് തിമിർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ലേറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ ചുറ്റി നടന്ന് അങ്ങനെ അവിടെയൊക്കെ കറങ്ങി പാട്ടും ഡാൻസും ഒക്കെ കളിച്ച് അടിപൊളിയായി അന്നത്തെ ഒരു ദിവസം. അങ്ങനെ ഇവിടെയൊക്കെ ഫുഡിനും ഡ്രിങ്ക്സിനൊക്കെ നല്ല റേറ്റാണ്, അതെടുത്ത് പറയാവുന്ന ഒന്നാണ്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അപേക്ഷിച്ച് ഇങ്ങനെയുള്ള ബീച്ച് സൈഡിലെ പബ്ബുകളിലൊക്കെ ഫുഡ് ഡ്രിങ്ക്സ് ഇതൊക്കെ നല്ല റേറ്റാട്ടോ. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇങ്ങനെ മറ്റേ ഹെയർ ബാൻഡ് അങ്ങനത്തെ വള അതൊക്കെ വാങ്ങിച്ച് അങ്ങനെ നമ്മളും അവരുടെ കൂടെ എൻജോയ് ചെയ്തിട്ട് അടിച്ച് പൊളിച്ചു. അങ്ങനെ അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ലൈഫിൽ തിരിച്ചു കിട്ടാത്തൊരു മൂമെൻ്റൊക്കെ ആട്ടോ. നമുക്കിങ്ങനെ നമ്മളെപ്പോലെ തന്നെ കുറേ മലയാളീസൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നിന്ന് കുറേ മലയാളീസിനൊക്കെ കാണാനൊക്കെ പറ്റി. എല്ലാവരും കുറേ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ടുള്ള കുറേ എൻജോയ്മെൻറ്റൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ അവരെയൊക്കെ കണ്ടു, അങ്ങനെ കുറച്ച് പേരൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ അടിച്ച് പൊളിച്ചു. അങ്ങനെ ഒരോരത്തൊക്കെ നിന്ന് ഞങ്ങളും ചില്ല് ചെയ്ത്. അവിടെയൊക്കെ നല്ല തിരക്കാണ്, ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ നേരമില്ല. എല്ലാവരും അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റിൽ അങ്ങനെ കഴിഞ്ഞു പോവാണ്. നമ്മളിവിടെ ഈ മൊത്തത്തിൽ ബീച്ചിൻ്റെ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ബാഗ ബീച്ച് എന്നൊക്കെ എഴുതിയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ പകലാണ് വരുന്നതെങ്കിൽ വേറെ കുറേ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു. മറ്റേ സ്ക്യൂബ ഡൈവിങ് അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ചെയ്യാമായിരുന്നു. അതിനൊന്നും നിന്നില്ല. ഞങ്ങളിങ്ങനെ ബീച്ചൊക്കെ കണ്ട് അങ്ങനെ മെല്ലെ പുറത്തേക്കൊക്കെ ഇറങ്ങി അങ്ങനെ കുറച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ട് ചെന്നു. പക്ഷേ സ്ട്രീറ്റ് ഫുഡിൽ ഞങ്ങൾക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് എനിക്ക്. അങ്ങനെ പിന്നെ അതിന് ഷോപ്പിങ്ങും അവിടെ ഇങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇവിടെയൊക്കെ അത്യാവശ്യം നമുക്ക് റേറ്റ് കുറവിലൊക്കെ സാധനങ്ങൾ മേടിക്കാൻ കിട്ടി. അങ്ങനെ കുറേ ആക്സസറീസൊക്കെ കണ്ടു. നല്ല നല്ല അടിപൊളി ജ്വല്ലറീസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിറ്റേന്നും കുറച്ചുകൂടെ സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഈവനിങ് നമ്മൾ ട്രെയിൻ കയറാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗോവയിലെ വിശേഷങ്ങളും കാര്യങ്ങളും. അങ്ങനെ ഗോവയിലെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗോവ എന്നും ഓർമ്മിപ്പിക്കാവുന്ന ഒന്ന് തന്നെയാണ്. അങ്ങനെ ഗോവയിൽ നിന്ന് ഞങ്ങൾ ബൈ ബൈ പറയാണ്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.